Hi friends, welcome back to my channel. I am Abhishira Farooq. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു ഗാർഡൻ ക്രാഫ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ദിവസം പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്തതിന്റെ റീസൺ എന്താണെന്നും കൂടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ വീഡിയോസിൽ നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് അപ്ഡേഷൻ ചെയ്യാമല്ലോ. അപ്പോൾ അതിനു വേണ്ടി അത് ഹെൽപ്ഫുൾ ആവും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാത്തതിന്റെ റീസണും കൂടെ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണിത്. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നല്ല ഷേപ്പുള്ള ഒരു ഉണക്ക് കമ്പാണ്. അപ്പോൾ അത് നല്ല ഷേപ്പിൽ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സിമെൻറ്റ്, അതൊരു പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലൊരു ബക്കറ്റിൻ്റെ റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു ബക്കറ്റിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് കവർ വിരിച്ചു കൊടുത്തിട്ട് ആ റിങ് അതിൻ്റെ മുകളിൽ വെച്ച് അതിലേക്ക് സിമെൻറ്റ് മിക്സ് ഒഴിച്ചിട്ട് അതിലേക്ക് കമ്പ് വെക്കുക. അങ്ങനെയാണ് അതിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുത്തത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇനാമൽ പെയിൻ്റാണ് അടിച്ചു കൊടുത്തത്. അപ്പോൾ അത് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് നമ്മളെ ചെടി ഹാങ്ങിങ് പോട്ട് ഉണ്ടല്ലോ, അത് ഒരു സ്ക്രൂ ചെയ്തിട്ട് ആ സ്റ്റാൻഡിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ നെറ്റ്, നമ്മൾ പച്ചക്കറിക്കൊക്കെ സൈഡിൽ കെട്ടി കൊടുക്കുന്ന നെറ്റ്, അത് മുറിച്ചെടുത്തിട്ട് അതിന് നമ്മൾ മണ്ണ് വന്നിട്ട് അടിഞ്ഞു പോവാതിരിക്കാൻ ഡ്രൈനേജ് ഹോള് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വെയ്റ്റ്ലെസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ മണ്ണിലൊക്കെ വെക്കുമ്പോൾ ഓട് പൊട്ടുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ ഇത് വെയ്റ്റ്ലെസ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലോത്ത് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണ്ട പോട്ട് മിക്സ് റെഡിയാക്കി വെക്കുകയാണ് വേണ്ടത്. നമ്മൾ മണ്ണും ചകിരി ചോറും അതുപോലെ കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് മണ്ണ് റെഡിയാക്കി വെക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഏത് പ്ലാന്റ് ആണോ വെക്കേണ്ടത് ആ പ്ലാന്റ് അതിലേക്ക് വെക്കുക. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന മരത്തിൻ്റെ ആ പീസിൽ എത്രത്തോളം കമ്പുകൾ അതിലുണ്ടോ അതിനനുസരിച്ച് ചെറിയ പോട്ടുകൾ നമുക്കതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ ഒന്നുകിൽ സ്ക്രൂ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ സിപ്പ് ടൈ ഉണ്ടല്ലോ, അങ്ങനെ അത് വെച്ചിട്ട് നമുക്ക് ടൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പോട്ടിന് ചെറിയ ഹോള് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇത് കടത്തി വിട്ടിട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കിതിലെ ഇഷ്ടമുള്ള പ്ലാന്റ്സുകളൊക്കെ നമുക്കതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫേവറേറ്റ് മണി പ്ലാന്റ്, ഫ്ലെയിം വയലറ്റ്, അതേപോലെ ബിഗോണിയൊക്കെയാണ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ പ്ലാന്റ്സ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം.
ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ സ്റ്റാൻഡ് നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് കാണാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.